السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي ينزل على عبده آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ആദരണീയനായ പ്രസിഡന്റ് TP അബ്ദുൽ മദനി അവർകളെ, ഈ ജാമിഅ നദ്വയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി സനദ് സ്വീകരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജാമിഅ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ അബ്ദുറഹ്മാൻ സലഫി അവർകളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, അതിഥികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ പ്രസ്ഥാനം മതത്തിൻ്റെ യഥാർത്ഥ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി സമൂഹത്തിൽ പ്രകാശനം ചെയ്യുന്നതിന് യോഗ്യരായ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു മഹൽ സ്ഥാപനമാണ് ജാമിഅ നദ്വിയ. ആ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണ് എന്ന് മുസ്ലിങ്ങളായ നമുക്ക് കൃത്യമായി അറിയും. പരിശുദ്ധ ഖുർആൻ ഈ സ്ഥാപനങ്ങളുടെ ഉദ്ദേശം, ഈ സംഘടനയുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്ത്. പ്രപഞ്ചനാഥനായ അല്ലാഹു അവൻ്റെ അടിമയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുന്നു ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ, മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കൃത്യമായ തെളിവുകൾ ആ പ്രവാചകൻ മാനവരാശിക്ക് സമർപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലന്നൂർ, മനുഷ്യ സമൂഹത്തെ എല്ലാവിധ ഇരുട്ടിൽ നിന്നും യഥാർത്ഥമായ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി. വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം, പ്രപഞ്ചനാഥനായ അല്ലാഹു അവൻ്റെ അടിമകളോട് വളരെയധികം ദയയും കാരുണ്യവുമുള്ളവനാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു മനുഷ്യരായ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൻ്റെ പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ആ വേദഗ്രന്ഥങ്ങളിലൂടെ ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലന്നൂർ, മനുഷ്യൻ്റെ വിവിധ സാഹചര്യങ്ങളാൽ ആവിർഭവിക്കുന്ന എല്ലാതരം അന്ധകാരങ്ങളിൽ നിന്നും ഇലന്നൂർ, ശരിയായ പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു വേദഗ്രന്ഥങ്ങൾ അയച്ചിട്ടുള്ളത്. ആ വേദഗ്രന്ഥങ്ങൾ ശരിയായ വിധത്തിൽ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി യോഗ്യരായ പണ്ഡിതന്മാർ കാലാകാലങ്ങളിൽ ഉണ്ടാവുക എന്നത് സമൂഹത്തിൻ്റെ അനിവാര്യമായ ആവശ്യമാണ്.
ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടി, ഈ ലക്ഷ്യസാക്ഷാത്കരണത്തിന് വേണ്ടി ലിയുഖ്രിജക്കും മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് മനുഷ്യ സമൂഹത്തിലെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ വതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹി ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ്സഈർ വലൗ ശാ അല്ലാഹു ലജഅലഹും ഉമ്മത്തൻ വാഹിദ വലാകിൻ യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി വല്ലാലിമൂന മാ ലഹും മിൻ വലിയ്യിൻ വലാ നസീർ. ഇങ്ങനെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുക എന്നത് പുതിയൊരു സമ്പ്രദായമല്ല. പൂർവികമായി മനുഷ്യ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചനാഥൻ ഈ ഭൂമുഖത്ത് നടപ്പിൽ വരുത്തിയ ഒരു കർമ്മരീതിയാണത്. വകദാലിക ഔഹൈനാ ഇലൈക്. ആ പഴയ സമ്പ്രദായം അനുസരിച്ച് തന്നെ മുഹമ്മദ് നബി താങ്കൾക്ക് നാം സന്ദേശം അറിയിക്കുന്നു. ഖുർആനൻ അറബിയ്യൻ, അറബി ഭാഷയിലുള്ള ആ വിശുദ്ധ ഗ്രന്ഥത്തെ, ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ, രാജ്യങ്ങളുടെ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന, രാജ്യങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ നാട്ടുകാർക്കും, വമൻ ഹൗലഹാ, ആ രാജ്യത്തിൻ്റെ ചുറ്റുഭാഗമായി വികസിച്ച് കിടക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കു വേണ്ടി അറബി ഭാഷയിലുള്ള ഈ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിക്കുന്നു. വതുൻദിറ യൗമൽ ജംഇ, ആ വലിയൊരു സമ്മേളനത്തെ, കണ്ടുമുട്ടേണ്ടവരാണ് മനുഷ്യർ എന്ന് മനുഷ്യരെ താക്കീത് നൽകുന്ന ഗ്രന്ഥമാണത്. ലാ റൈബ ഫീഹി, ആ ദിനത്തിൽ, ആ വലിയ സമ്മേളന ദിനത്തിൽ യാതൊരു സംശയവുമില്ല. ആ സമ്മേളന ദിനം ഇതുപോലെയല്ല. ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ്സഈർ. ആ വിശ്വാസയോഗ്യമായ, തർക്കമില്ലാത്ത, ഖണ്ഡിതമായ ആ സമ്മേളനത്തിൽ മനുഷ്യരെ രണ്ടായി അള്ളാഹു തിരിക്കും. ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, വഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം കത്തിയെരിയുന്ന നരകത്തിലേക്കുമാണ് തിരിക്കുക. ഈ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് മനുഷ്യനെ പ്രാപ്തരാക്കുന്നതിനും നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതിനും വേണ്ടിയാണ് ഖുർആനൻ അറബിയ്യൻ, അറബി ഭാഷയിലുള്ള ഈ ഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത് പുതിയ സമ്പ്രദായമല്ല. അദ്ദേഹം മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ഈസാ നബിയും മൂസാ നബിയും ഇതേപോലെ വേദഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വമിൻ ഖബ്ലിഹി കിതാബു മൂസ ഇമാമൻ വറഹ്മതൻ വഹാദാ കിതാബുൻ മുസദ്ദിഖുൻ ലിസാനൻ അറബിയ്യൻ ലിയുൻദിറല്ലദീന ളലമു വബുശ്റാ ലിൽ മുഹ്സിനീൻ. ഈ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിന് മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിലൂടെ വേദഗ്രന്ഥം അവതരിപ്പിച്ചു. ഇമാമൻ വറഹ്മ, മാതൃകയായും കാരുണ്യമായും. വഹാദാ കിതാബുൻ മുസദ്ദിഖുൻ, ഈ വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലൂടെയും മാനവരാശിയെ പ്രവാചകന്മാർ പഠിപ്പിച്ച മൂല്യങ്ങളെയും തത്വങ്ങളെയും സാക്ഷാത്കരിക്കുന്നതിനും ഊന്നിപ്പറയുന്നതിനും വേണ്ടിയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം അവതരിച്ചിട്ടുള്ളത്. ലിസാനൻ അറബിയ്യൻ, അത് അറബി ഭാഷയിലുള്ള ഗ്രന്ഥമാണ്. ലിയുൻദിറല്ലദീന ളലമു, അധർമ്മകാരികൾക്ക് താക്കീത് നൽകാനുള്ളതാണ് ഈ ഗ്രന്ഥം. വബുശ്റാ ലിൽ മുഹ്സിനീൻ, നിഷ്കളങ്കമായി ആ വിശുദ്ധ ഗ്രന്ഥത്തെ സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതിനും വേണ്ടിയാണ്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. പ്രപഞ്ചനാഥൻ്റെ സന്ദേശമാണ് ആ വിശുദ്ധ ഗ്രന്ഥം. ഒരു വർഗത്തിനോ ഒരു ജാതിക്കോ ഒരു നാട്ടുകാർക്കോ ഉള്ളതല്ല. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, പ്രപഞ്ചനാഥനായ സൃഷ്ടാവിൽ നിന്ന് മനുഷ്യവർഗത്തിന് ശ്രേഷ്ഠരായ പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ അവതരിച്ചതാണ് ആ ഗ്രന്ഥം. നസല ബിഹിർ റൂഹുൽ അമീൻ, വിശ്വസ്ത മലക്ക്
ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് ആ ഗ്രന്ഥം മുഹമ്മദ് നബിക്ക് ലഭിച്ചത്. ലിതകൂന മിനൽ മുൻദിരീൻ, മാനവരാശിക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയാണ്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ അറബി ഭാഷയിലാണ് ആ വിശുദ്ധ ഗ്രന്ഥം അവതരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ ഭാഷ അറബിയാണ്. ഞാൻ 2-3 ആയത്തുകൾ ഒരനുസ്മരണം എന്ന നിലക്ക് ഓതിയതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണ്. അറബിയല്ലാത്തൊരു ഭാഷയിൽ ആ ഖുർആനിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ ആശയസമ്പുഷ്ടമായ ഭാഷയാണ് അറബി ഭാഷ. ലോകത്ത് ഇന്ന് പല വേദഗ്രന്ഥങ്ങളുമുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിൽ ഒറിജിനലും പുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമായതും നിരവധി ഉണ്ടെങ്കിലും ഒരു ഭാഷയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്ത ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. ആ ഖുർആൻ്റെ ഭാഷ, അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ ഇന്ന് നാം നിലകൊള്ളുന്ന 14 നൂറ്റാണ്ട് കഴിഞ്ഞുപോയി. ഭാഷയിലും സമൂഹത്തിലും നിരവധി മാറ്റങ്ങളും പുരോഗതികളും ഉണ്ടായിട്ടുണ്ട്, അധസ്ഥിതികളുണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം അതിജയിക്കുമാറ് ഒരു ഭാഷയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്ത ഗ്രന്ഥം അവ്വലു കിതാബിൻ ദുവ്വന ഫിൽ ലുഗത്തിൽ അറബിയ്യ അൽ ഖുർആനുൽ കരീം, അറബി ഭാഷയിൽ ഒന്നാമതായി റെക്കോർഡ് ചെയ്ത ഗ്രന്ഥം ലോകത്ത് ഏതൊരു ഭാഷയിലും മാതൃകാ ഭാഷയായി, ക്ലാസിക്കൽ ഭാഷയായി നിലകൊള്ളുന്ന ഏക ഗ്രന്ഥം അറബി ഭാഷയിലുള്ള ഖുർആനും ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, ലോകത്ത് നിലകൊള്ളുന്ന ഏറ്റവും ഉന്നതമായ ഭാഷയാണ് അറബി. നമ്മുടെ ജാമിയ നദിവിയയുടെ സ്ഥാപനത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം ഈ വിശുദ്ധ ഭാഷ, ഈ വിശുദ്ധ ഗ്രന്ഥം, അതിൻ്റെ ഉന്നതമായ ആശയങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും പഠിപ്പിച്ചുകൊണ്ട് സ്പഷ്ടമായ ഒരാശയം, വ്യക്തമായ ഒരാശയം, വ്യക്തമായൊരാദർശം ജനസമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നതാണ്. അറബി ഭാഷ എന്നാൽ ഇസ്ലാം, അറബി ഭാഷ ഇസ്ലാമിൻ്റെ ഭാഷയാണ്. വലുഗത്തു കിതാബിഹിൽ അസീസ് വലുഗത്തു റസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിൻ്റെ ഭാഷയാണ്, ഖുർആനിൻ്റെ ഭാഷയാണ്, പ്രവാചകൻ്റെ ഭാഷയാണ്, ഏറ്റവും ഉന്നതമായ ഒരു ആദർശത്തിൻ്റെ ഭാഷയാണ്. ആ അറബി ഭാഷ പഠനമെന്ന് പറഞ്ഞത് ഫഇന്ന തഅല്ലുമ ലുഗത്തൽ അറബിയ്യ വൽഇഹ്തിമാമു ബിഹാ ലൈസ മിഹ്നത്തുൻ തഅലീമിയ്യ, ഒരു തൊഴിലിന് വേണ്ടിയുള്ള ഒരു കോഴ്സല്ല ഈ അറബി കോളേജുകളിൽ പഠിപ്പിക്കുന്നത്. അത് മുഖേന യോഗ്യത നേടുമ്പോൾ തൊഴിൽ കിട്ടും, അത് ഉപയോഗിക്കും, അത് വേറെ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ എന്ന നിലക്ക്, മഹത്തായ വിശ്വാസത്തിൻ്റെ രക്ഷാകവചമായ ഭാഷ എന്ന നിലക്ക്, ഉന്നതമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഷ എന്ന നിലക്കാണ് ആ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ ലോകത്ത് നിലകൊള്ളുന്നത്. ലോകത്തിൻ്റെ 713 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ 162 കോടി മുസ്ലിങ്ങളാണ്. 222 ക്രിസ്ത്യാനികളാണെങ്കിൽ ലോക ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു മുസ്ലിങ്ങൾ. നാം നിലകൊള്ളുന്ന ഈ ഇന്ത്യ രാജ്യത്തെ 126 കോടി ജനങ്ങളിൽ 14% മുസ്ലിങ്ങളാണ്. നാം നിലകൊള്ളുന്ന കേരളത്തിൽ 3,18,00,000 ജനങ്ങൾ നിവസിക്കുമ്പോൾ 24% മുസ്ലിങ്ങളാണ്. ഞാൻ ഈ കണക്കുകൾ പറഞ്ഞത് ലോകത്ത് ഒരു ഗ്രന്ഥം റെക്കോർഡ് ചെയ്യുന്നു, 14 നൂറ്റാണ്ട് കഴിയുമ്പോഴും അതതിൻ്റെ ഭാഷ അതിൻ്റെ ഉന്നതമായ നിലവാരത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. അതേ പ്രകാരം തന്നെ വേദഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ മാത്രം വേദഗ്രന്ഥത്തിൻ്റെ അനുയായികൾ പാരായണം ചെയ്യുന്ന ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർആനൊന്നു മാത്രമാണ്. പ്രമുഖ ക്രിസ്ത്യൻ ചരിത്രകാരനായ ജോർജി സൈദാൻ അദ്ദേഹത്തിൻ്റെ താരീഖുൽ അദബിൽ വ്യക്തമാക്കുന്നു, ലോകത്ത് തൗറാത്താണെങ്കിലും ഇഞ്ചീലാണെങ്കിലും
അത് പാരായണം ചെയ്യുന്ന, അതിൻ്റെ അവതീർണ ഭാഷയിൽ പാരായണം ചെയ്യുന്നവർ സിർദിമത്തും മിനൽ ഖലീലിൽ മുതഅല്ലിമൂൻ, വളരെ കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രമാണ് അവതീർണ ഭാഷയിൽ പാരായണം ചെയ്യുന്നത്. ഫഅമ്മൽ മുസ്ലിമൂൻ യഖറഊനൽ ഖുർആൻ ബിൽലുഗത്തിൽ മുനസ്സല, എന്നാൽ മുസ്ലിങ്ങളാവട്ടെ ആ ഖുർആനിൻ്റെ അവതീർണ ഭാഷയിൽ തന്നെയാണ് അത് പാരായണം ചെയ്യുന്നത്. ഈ പാരായണത്തിൻ്റെ മികവും മഹത്വവുമൊക്കെ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്നാൽ ആ മുസ്ലിം സമൂഹം ഈ വകയോഗ്യതകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മാത്രമുള്ളവരാണ്. ഒരു സൂറത്തുൽ ഫാത്തിഹയെങ്കിലും അറിയാത്ത മുസ്ലിങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വളരെ കുറവാണ്. 162 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതീർണ ഭാഷയിൽ പാരായണം ചെയ്യുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ പൂർവവേദ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിരുന്ന സമുദായത്തിൽ വന്നതുപോലെയുള്ള അപകടകരമായ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിലേക്കും കടന്നു വന്നു എന്ന് ഖുർആനിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ നമുക്ക് സൂചന നൽകുന്നു. പൂർവ്വ സമുദായങ്ങളിൽ, പൂർവ്വ ജനവിഭാഗങ്ങളിൽ വേദഗ്രന്ഥവുമായുള്ള അവരുടെ പൗരന്മാരുടെ നിലപാടിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, വമിൻഹും ഉമ്മിയ്യൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ലാ യളുന്നൂൻ ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഅയ്ദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا وويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ആ പൂർവ്വവേദക്കാരുടെ സ്വഭാവം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അകരുന്നതിന് കാരണമായത് വമിന്നും ഉമ്മിയ്യൂൻ, നിരക്ഷരരായ ഒരു സമൂഹം വേദഗ്രന്ഥത്തിൻ്റെ പ്രതിനിധികളായി അവർ നിലവിൽ വന്നു. ലാ യഅലമൂനൽ കിതാബ്, വേദഗ്രന്ഥത്തെ അവർ കൃത്യമായി പഠിക്കുകയില്ല. ഇലാമാനിയ, ചില ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളും ജൽപ്പനങ്ങളുമല്ലാതെ അവർ മതത്തെപ്പറ്റി പഠിക്കുന്നില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരു വേള അക്ഷരം വായിക്കാൻ അറിയുകയല്ലാതെ അർത്ഥമറിയാൻ പഠിക്കാത്ത ഒരു തലമുറ വേദഗ്രന്ഥത്തിൻ്റെ അനുചരന്മാരായി നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ പ്രബോധിത ജനവിഭാഗത്തിന് വേദഗ്രന്ഥത്തിൻ്റെ ഭാഷ അറിയില്ല, അതിൻ്റെ ആശയങ്ങൾ അറിയാത്തത് കൊണ്ട് അറിയുന്നവർക്ക് കൃത്രിമം കാണിക്കാൻ എളുപ്പമായി. അതവരുപയോഗപ്പെടുത്തി. വൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഅയ്ദീഹിം, സ്വന്തം കരങ്ങളാൽ വേദഗ്രന്ഥങ്ങൾ അവർ എഴുതുന്നു. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, അത് അല്ലാഹുവിൻ്റെ നിയമമാണെന്നവർ പറയുകയും ചെയ്യുന്നു. ലിയസ്തറൂ ബിഹി സമനൻ ഖലീല, കുറഞ്ഞ വിലക്ക് വേദഗ്രന്ഥത്തെ അവർ വിൽക്കുന്നതിന് വേണ്ടി. വൈലുൽ ലഹും മിമ്മാ കതബത് അയ്ദീഹിം വൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, സമ്പാദ്യത്തിന് വേണ്ടി വേദഗ്രന്ഥങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് പണം സമ്പാദിക്കുന്നവർക്കാണ് നാശം, നാശം, നാശമെന്ന് ഈ വചനം 3 പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സമൂഹത്തിൽ വേദഗ്രന്ഥത്തിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാതിരിക്കുകയും അങ്ങനത്തവർ സമൂഹത്തിൽ അധികമാവുകയും ചെയ്യുമ്പോൾ മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും അവർക്ക് തോന്നിയ രീതിയിൽ വേദഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് സാമ്പത്തിക ലാഭം നേടുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കതീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും നല്ല വിഭാഗം ആൾക്കാർ അന്യായമായി ജനങ്ങളുടെ പണം മതത്തിൻ്റെ പേരിൽ വാങ്ങിയെടുക്കുന്നു. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ശരിയായ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യരവർ തെറ്റിക്കുകയും ചെയ്യുന്നു. വളരെ കൂടുതൽ വിശദീകരിക്കാതെ നമുക്ക് ഇക്കാര്യം അറിയുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ 23 കൊല്ലക്കാലങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും സംസ്കാരങ്ങളും കൃത്യമായി പഠിപ്പിച്ച് അടുത്തൊരു തലമുറയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ്, സൂറത്തുൽ ഖസസിലൊരു വചനം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അക്കാലത്തെ നമ്മളിലെ പണ്ഡിതന്മാർ
ഷിയാ വിശ്വാസം പ്രചരിപ്പിച്ചത്. അതേ പ്രകാരം സൂറത്ത് തൗബയിലെ ഒരു വചനം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് മുർജിഅ എന്നൊരു കക്ഷി മുസ്ലിങ്ങൾക്കിടയിൽ വന്നത്. മുഅ്തസിലിയ വന്നതും അങ്ങനെ തന്നെയാണ്. അതേ പ്രകാരം തന്നെ മറ്റു കക്ഷികളും ഖവാരിജ് വന്നതും സൂറത്ത് യൂസുഫിലെ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. ഇന്ന് മുസ്ലിങ്ങളായ നമ്മുടെ പേരിൽ അറിയപ്പെടുന്ന എല്ലാ കക്ഷികളും പാർട്ടികളും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട് വളഞ്ഞ് രക്തസാക്ഷിയാക്കിയവർ പോലും സൂറത്ത് അഹ്സാബിൽ ആയത്തുദ്ധരിച്ചുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ രക്തസാക്ഷിയാക്കിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ് എന്ന അസന്നിഗ്ധമായ സത്യത്തെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂറത്തുൽ ബഖറ തൊട്ട് 22 ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് മീർസ എന്ന മനുഷ്യൻ പ്രവാചകനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇത് ഈ സമൂഹത്തിൽ കാലാകാലങ്ങളിൽ വരുന്ന ഒരു ദുഷ്ചിതിയാണ്. വേദഗ്രന്ഥത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റിക്കുക, ഈ നിലപാടിനെതിരിലാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ജാമിഅ നദവിയയിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തു പോകുന്ന പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഖുർആനായത്തുകൾ വീണ്ടും ഞാൻ ഉദ്ധരിച്ചത് ഈ അപകടകരമായ സാഹചര്യത്തിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ആദ്യമായി കേട്ട് പഠിച്ച് അത് ഉൾക്കൊണ്ട ഒന്നാമത്തെ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം അബൂബക്കർ സിദ്ദീഖ്. ഇസ്ലാം മതം ഖുർആനിൻ്റെ സന്ദേശങ്ങൾ പ്രവാചകനെ കഴിച്ചാൽ ആദ്യമായി പ്രസംഗിച്ച പ്രസംഗകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവസാനമായി പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച് മരണപ്പെട്ടത് അനസ് ബിൻ മാലിക്കുൽ ഖസ്റജി റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സിൻ ആണ് പ്രായം. 93 വയസ്സിലാണ് അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട പണ്ഡിതന്മാരായ നിങ്ങൾക്കിതറിയാം. അബൂബക്കർ സിദ്ദീഖാണ് അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ നിലവാരമുള്ള പ്രസംഗകരാകണം നിങ്ങൾ. അനസ് റളിയല്ലാഹുവിൻ്റെ നിലവാരമുള്ള പ്രസംഗകരാകണം നിങ്ങൾ. ഇതല്ലാത്ത ഒരു മാർഗവും നമുക്കില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ അനുചരന്മാരെ പഠിപ്പിച്ച ആ കൃത്യമായ നിലപാടുകൾ അവിടുത്തെ അനുചരന്മാരിൽ അബൂബക്കർ സിദ്ദീഖ് തൊട്ട് അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആയിരക്കണക്കിൽ വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹാന്മാരായ സ്വഹാബിമാർ പ്രബോധനം ചെയ്ത ചരിത്രം നമുക്കറിയാം. വിദ്യാർത്ഥികളായ നിങ്ങൾ പഠിച്ചു കാണും. ഇബ്നു കസീർ റഹ്മഹുള്ളയുടെ മനുഷ്യാരംഭം തൊട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലമായ നൂറ്റാണ്ട് വരെയുള്ള ഖുർആനായത്തുകളും ഹദീസുകളും ചരിത്രവും വെച്ചുകൊണ്ടുള്ള അൽ ബിദായത്തു വൻ നിഹായ എന്ന ലോകപ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥം, ആ ചരിത്ര ഗ്രന്ഥം ഉൾക്കൊള്ളുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ അവതരണ രീതി വർഷം കണക്കാക്കിയ ചരിത്രാവതരണ രീതിയാണ്. പ്രവാചകൻ്റെയും അവിടുത്തെ അനുചരന്മാരുടെയും ജനനവും മരണവും പ്രബോധനവുമെല്ലാം അദ്ദേഹം അന്ന് കാലഘട്ടത്തിൽ ലഭിക്കാവുന്ന സൗകര്യമനുസരിച്ച് അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മറ്റു ചരിത്രകാരന്മാരും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളായ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഒരു കാരണവശാലും തന്നിഷ്ടമായി വ്യാഖ്യാനിക്കരുത്. ഖുർആനിനെ കുറിച്ചുള്ള ദുർവ്യാഖ്യാനമാണ് സമൂഹത്തെ ധ്രുവീകരണത്തിലേക്കും അനൈക്യത്തിലേക്കും ഛിദ്രതയിലേക്കും കൊണ്ടുവന്നത്
എന്ന് നിങ്ങൾ ഓർക്കണം. കൃത്യമായി ഖുർആൻ പഠിക്കണം, പൂർവികന്മാരുടെ നിലപാടുകൾ ഗ്രഹിക്കണം. അതിലേറ്റവും പ്രധാനമായി സഹാബത്തിൻ്റെ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ ജ്ഞാനം ഉൾക്കൊള്ളുകയും ചെയ്തവരാണ് നിങ്ങൾ. നിങ്ങൾ ഉൾക്കൊണ്ട വിജ്ഞാനവും നിങ്ങൾ ഉൾക്കൊണ്ട ആദർശവും നിങ്ങളെ ഉയരത്തിലേക്ക് എത്തിക്കണം. ഖുർആൻ പറഞ്ഞു, യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും, ഖുർആനിൻ്റെ പ്രബോധിതരായ നിങ്ങളിൽ നിന്ന് അല്ലാഹു ഉയർത്തുന്നു. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും, വിശ്വാസികളായ നിങ്ങളെ അല്ലാഹു ഉയർത്തുന്നു. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വിജ്ഞാനം സമ്പാദിച്ചവരെയും അല്ലാഹു പദവി ഉയർത്തും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിസൂക്ഷ്മമായി അല്ലാഹു അറിയും. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു അറിയും എന്ന പ്രേരണയോടുകൂടി വിജ്ഞാനം ഉൾക്കൊള്ളുകയും വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുക. മനുഷ്യ പുരോഗതിയുടെ അടിത്തറ രണ്ടെണ്ണമാണ്. ഒന്ന് ശരിയായ ഈമാൻ, മറ്റൊന്ന് ശരിയായ വിജ്ഞാനം. ശരിയായ വിജ്ഞാനം എന്നതുകൊണ്ട് കൃത്യമായ നിർവചനമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനം ഒറ്റ വാക്കിൽ. ശരിയായ വിശ്വാസം, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വിശ്വാസം. അതിന് പിന്നെ നമ്മളുടേതായ വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല, അതനാവശ്യമാണ്. ഖുർആൻ പറഞ്ഞു, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അള്ളാഹുവിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവിനേക്കാൾ പരിചയപ്പെടുത്താൻ ആരുമില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അവൻ്റെ വിശേഷ ഗുണങ്ങളെക്കുറിച്ചുള്ള അറിവ്, അവൻ്റെ അധികാരാവകാശങ്ങളെപ്പറ്റിയുള്ള അറിവ് എല്ലാം ഖുർആനിൽ നിന്ന് പൂർണ്ണമായും നേടേണ്ടതുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾക്കും നിഗമനങ്ങൾക്കും അണുമണിത്തൂക്കം പ്രാധാന്യം കൽപ്പിക്കാത്ത പണ്ഡിതന്മാരായി പ്രിയപ്പെട്ട ഞങ്ങളുടെ വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ രാജ്യത്ത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിൽ ഇറങ്ങേണ്ടതുണ്ട്. അതിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ പരിശുദ്ധ ഖുർആൻ തന്നെ തുറന്ന് പ്രഖ്യാപിക്കുന്നു. ഫലിദാലിക വദ്ഉ വസ്തഖിം കമാ ഉമിർത വലാ തത്തബി അഹ്വാഅഹും വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ വഉമിർതു ലിഅഅദില ബൈനകും അല്ലാഹു റബ്ബുനാ വറബ്ബുക്കും ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും ലാ ഹുജ്ജത ബൈനനാ വബൈനകും അല്ലാഹു യജ്മഉ ബൈനനാ വഇലൈഹിൽ മസീർ. ജാമിഅ നദവിയയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന പണ്ഡിതന്മാരായ നിങ്ങളുടെ പ്രതിജ്ഞ സൂറത്ത് ശുഅറായിലെ ഈ വചനമാകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫലിദാലിക ഫദ്ഉ, നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുക. വസ്തഖിം, ആ പ്രബോധകരെന്ന നിലക്ക് പ്രബോധനത്തിന് അനുസൃതമായ രീതിയിൽ നിങ്ങൾ നേരെ ചൊവ്വേ നിലകൊള്ളുക. കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ. വലാ തത്തബി അഹ്വാഅഹും, ജനങ്ങളുടെ തന്നിഷ്ടത്തെ പ്രബോധകൻ പിന്തുടരാൻ പാടില്ല. പ്രബോധകരായ നമ്മൾ ഏതൊരു പ്രദേശത്താണ് പോകുന്നതെങ്കിൽ ആ നാട്ടുകാരുടെ ഇംഗിതവും താല്പര്യവും നോക്കേണ്ടതില്ല. വലാ തത്തബി അഹ്വാഅഹും, തന്നിഷ്ടത്തെ പിന്തുടരണ്ട. വഖുൽ, നീ പ്രഖ്യാപിക്കൂ. ഒന്നാമത്തെ പ്രബോധകനായ അള്ളാഹുവിൻ റസൂലിനുള്ള കൽപ്പനയാണത്. ഖിതാബ് അള്ളാഹുവിൻ റസൂലാണെങ്കിലും ഖിയാമത്ത് വരെയുള്ള മുസ്ലിം ഉമ്മത്തിന് ഇത് ബാധകമാണ്. എന്താണത്? ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ, അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു. വ ഉമിർതു ലിഅഅദില ബൈനകും, മനുഷ്യരായ നിങ്ങൾക്കിടയിൽ 100% വാക്കിലും പ്രവൃത്തിയിലും വ്യാപനങ്ങളിലുമെല്ലാം നീതി പാലിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റബ്ബുനാ വ റബ്ബുക്കും,
അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, നിങ്ങളുടെയും റബ്ബ്. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ ഉപദേശത്തിൻ്റെ ഫലമായി നന്മ സ്വീകരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാലോ വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്കും നിങ്ങളുടെ പ്രതിഫലം കിട്ടും. ലാ ഹുജ്ജത ബൈനനാ വബൈനക്കും, നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു തർക്കവുമില്ല. അല്ലാഹു യജ്മഉ ബൈനനാ, നമ്മളെ എല്ലാവരെയും ഒരു നിശ്ചിത സ്ഥാനത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടും. വൈലൈഹിൽ മസീർ, ആ അള്ളാഹുവിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കം. ഈ മടക്കത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപിതമായ ഒരു നയമാണിത്. വലാ തത്തബിഉ അഹ്വാഅഹും, സമൂഹത്തിലെ കൊളച്ചണ്ടിയെപ്പോലെ പണ്ഡിതന്മാരാകാൻ പാടില്ല. കൊളച്ചണ്ടി വെള്ളം താഴുമ്പോൾ താഴും, വെള്ളമുയരുമ്പോൾ ഉയരും. അതുപോലെ മതപണ്ഡിതന്മാരാവരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉമിർത്തു അൻ അഅ്ദില ബൈനക്കും, ജനങ്ങൾക്കിടയിൽ നീതിനിഷ്ഠമായ വാക്കും പ്രവൃത്തിയും പ്രബോധന ശൈലിയുമാണ് പ്രബോധകരായ നിങ്ങൾ അംഗീകരിക്കേണ്ടത്. മറിച്ച് പൂർവ്വവേദക്കാർ പൂർവ്വ സമുദായങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നകറ്റാനുള്ള കാരണം സുമ്മ യുഹർരിഫൂനൽ കലിമ മിൻ ബഅദി മാ ഖലൂഹു വഹും യഅലമൂൻ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ യുഹർരിഫൂനഹു മിൻ ബഅദി മാ ഖലൂഹു വഹും യഅലമൂൻ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നിലപാട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഷിയാക്കളാണ് അതിൻ്റെ തുടക്കക്കാർ. ഇന്നും അത് കോട്ടമില്ലാതെ ദുർവ്യാഖ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും പരിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് നമ്മുടെ സ്വന്തമായ അർത്ഥത്തിൽ പറയരുത്. നമ്മളെ പൂർവികന്മാരായ മഹാപണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാനം നടത്തിയതിൽ പ്രത്യേകിച്ച് സഹാബത്തിൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളുമൊക്കെ നമുക്കറിയാം. ആ സഹാബത്തിൽ പ്രമുഖരുടെ നിലപാടുകൾ നമുക്കറിയാം. ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് നാം പ്രബോധനം ചെയ്യണം. പ്രബോധകരായ നമ്മൾ ഒന്നാമതായി വേണ്ടതാണ് ആദ്യം പറഞ്ഞത് വസ്തഖിം അൽ ഇൽതിസാം മൻഹജിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മഹത്തായ മാർഗം നമ്മുടെ പ്രവർത്തന രീതിയായി അംഗീകരിക്കുകയും എപ്പോഴും അള്ളാഹുവിൽ പശ്ചാത്തപിച്ചുകൊണ്ടും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും ദൃഢമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ടുമായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ നിങ്ങളൊരു ഘട്ടം പഠനം പൂർത്തിയാക്കി. പ്രബോധകരായ നമ്മളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ്. വഹി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രബോധകനായ പ്രവാചകന് അള്ളാഹു പഠിപ്പിക്കുന്നു, പടച്ചവനോട് വഖുർ റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ റബ്ബേ എന്ന്. ഒരു പ്രബോധകരായ പണ്ഡിതൻ ദിനേന വരുന്ന സാഹചര്യങ്ങളെയും സാമൂഹ്യ ക്രമങ്ങളെയും മറ്റും പഠിക്കുന്നതോടൊപ്പം മതപരമായ വിഷയങ്ങളിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം. ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നും ഹദീസ് തേടിപ്പോകേണ്ട പോയാലേ ഇന്ന് നിങ്ങൾക്ക് പോകേണ്ടതില്ല. നിങ്ങളുടെ പോക്കറ്റിലുള്ള ടെലിഫോണിൽ ആയത്തുണ്ട്, ഹദീസുണ്ട്, തഫ്സീറുണ്ട്. ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്കത് കിട്ടും. ഇനി നിങ്ങൾക്ക് ഹദീസ് അറിഞ്ഞില്ല, ആയത്തറിഞ്ഞില്ല, പൂർവികന്മാരുടെ വ്യാഖ്യാനം അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. നമ്മുടെ പോക്കറ്റിലാണെന്ന് ബുഖാരിയും മുസ്ലിമും സിഹാഉ സിത്തയും ഉള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. ബിദായത്ത് വന്നിഹായയും തഫ്സീർ തബരിയും ബൈലാവിയും ഒക്കെ നിങ്ങളുടെ പോക്കറ്റിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യും. വല തുസ്അലുന യൗമഇദിൻ അനിൻ നഈം. ബട്ടനമർത്തി മിനിറ്റ് കൊണ്ട് പൗരാണികരുടെ അഭിപ്രായങ്ങൾ അറിയാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് അബദ്ധം പഠിപ്പിക്കരുത്, പ്രചരിപ്പിക്കരുത്. ഈ ജാമിയ നദവിയ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ ഉന്നതമായ നിലപാടുകൾ നിങ്ങൾ നോക്കണം. ഈ മഹത്തായ സ്ഥാപനം സ്ഥാപിച്ച, അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഈ നാട്ടുകാരായ പൗരപ്രധാനികൾ സംഭാവന നൽകിയ സ്ഥലമാണിത്.
ഞാൻ ഈ ജാമ്യയുടെ ക്യാമ്പസിൽ ആദ്യമായി വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. പാലക്കാട്ടുകാരനായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെയും ജാമിയ സലഫിയയുടെയും ജീവനാഡിയായി പ്രവർത്തിച്ച EK അബ്ദുൽ അലി മൗലവി റഹ്മഹുല്ല ഒരു ദിവസം ഞാൻ പറളിയിലിരിക്കുമ്പോൾ രാവിലെ കാറുമോടിച്ചു വന്നു. ഞാൻ ഇടവണ്ണയ്ക്ക് പോവുകയാണ്. അപ്പോൾ എന്തേ കാര്യം എന്ന് ചോദിച്ചു. ഒന്നുമില്ല, കുട്ടികൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ സൗകര്യമായ പാത്രങ്ങൾ അവിടെയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ഒരു ഹോൾസെയിൽ ബിസിനസ്സുകാരനായിരുന്ന സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് കമ്പനിയിൽ നിന്ന് നല്ല ചെമ്പും പാത്രവുമൊക്കെ വാങ്ങി കാറിൽ വെച്ചിട്ടുണ്ട്, കൂടെ വാ എന്ന് പറഞ്ഞു. ഞാൻ കാറിൽ കൂടെ വന്നു. അങ്ങനെയാണ് ജാമിയ നദവിയുടെ ക്യാമ്പസിൽ ഞാൻ ആദ്യം കയറുന്നത്. ഇവിടെ പാത്രമുണ്ടോ, ഇവിടെ കയ്യിലുണ്ടോ, ചട്ടിയുണ്ടോ എന്നൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇതിൻ്റെ ഉയർച്ചയ്ക്ക് മുന്നിൽ നിന്ന മഹാനായ NP അബ്ദുൽ ഖാദർ മൗലവി റഹ്മഹുല്ല, അദ്ദേഹത്തെ കൂട്ടി EK അബ്ദുൽ അലി മൗലവി വിദേശത്ത് ജാമ്യയുടെ പ്രചാരണത്തിന് പോയത് ഞാൻ ഓർക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജാമിയ നദിബിയുടെ ആവശ്യവുമായി ആദ്യമായി വിദേശത്ത് പോകുന്നത് EK അബ്ദുൽ അലി മൗലവിയുടെ മരുമകൻ മുഹമ്മദ് സാഹിബിൻ്റെ സ്പോൺസർ ജിബാറ ബിൻ ഹസൻ്റെ വിസ കൊണ്ടാണ് ജാമിയ നദിബിയ കേരളം വിടുന്നത് എന്ന് നാം ഓർക്കുക. അപ്പോഴൊക്കെ അവരാവർത്തിച്ച് പറയും, ഖുർആനും സുന്നത്തും സലഫുസ്വാലിഹീങ്ങളുടെ മാർഗമനുസരിച്ച് പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ നമുക്കാവശ്യമാണ്. ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയാണ് മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബും ഈ നാട്ടിലെ മറ്റു പൗരപ്രധാനികളും ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, ജാമ്യയുടെ ഒരു പ്രധാന ഘട്ടത്തിൽ നാട്ടിലെ പ്രധാനികളായ മുജാഹിദുകളെ പരേതനായ സീതി ഹാജി അവരുടെ വീട്ടിൽ വിളിച്ചു ചേർത്ത ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അത് ജാമ്യയുടെ ഒരു പ്രധാന ഘട്ടമാണ്. ഈ വിവിധ ഘട്ടങ്ങളിലായി കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ സ്ഥാപനം വളർത്തിയെടുത്തിട്ടുള്ളത് ഒന്നാമതായി പരിശുദ്ധ ഖുർആനിൻ്റെ ശക്തമായ ന്യൂനതയില്ലാത്ത പ്രചാരണം രാജ്യത്ത് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ഒരളവ് വരെ ഇന്നത് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ചയിൽ 100ഓളം യുവ പണ്ഡിതന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഖതീബുമാരായി പോകുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങൾ ജാമ്യയിലേക്ക് പോകുന്നുണ്ടല്ലോ, ജാമ്യയുടെ വാർഷികത്തിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ തിരിഞ്ഞാൽ മിമ്പറ ശൂന്യമാകുമെന്നോർക്കണം. ഞാനപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ സെലഫിനോട് പറയണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളത് സക്കരിയ മൗലിയോട് പറഞ്ഞാൽ മതി, അദ്ദേഹം അത് ശ്രദ്ധിച്ച് ചെയ്തുകൊള്ളും. വെള്ളിയാഴ്ച രാവിലെ ആ ഉത്തരവാദപ്പെട്ടവർ എന്നെ വിളിച്ചു, അവർ കുട്ടികളെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയ സംഗതിയല്ല. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഞാൻ ഈ ക്യാമ്പസിൽ വന്ന് 7 or 8 ആൾ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്, ഖതീബിനെ കിട്ടുന്നില്ല എന്ന്. പരാതി നല്ലത് തന്നെയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന സഹപ്രവർത്തകരെ, നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും വിദ്യാർത്ഥികളെ ജാമ്യയിൽ പഠിപ്പിക്കാൻ, മറ്റു നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കാൻ ഉദ്ദേശപൂർണമായ ശ്രമം നമ്മൾ നടത്തിയില്ലെങ്കിൽ പരാതി കൊണ്ടും പരാധീനതകൾ കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കുകയില്ല. പ്രശ്നമുണ്ട്, എക്കാലത്തുമുണ്ട്. മുമ്പൊക്കെ പാലക്കാട് ഖുർആൻ ക്ലാസ്സിന് ആൾ വരുന്നത് കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നുമാണ്. എനിക്കോർമ്മയുണ്ട്, 1971 പാലക്കാട് ടൗണിൽ ഒരു ഖുർആൻ ക്ലാസ്സിന് വന്നത് മർഹൂം ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഹ്മഹുല്ലയാണ്. ആ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 20-ൽ താഴെ പേരാണ് ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുണ്ടായിരുന്നത്. അന്നും പ്രാസംഗികന്മാരെ കുറവുണ്ട്, ഇപ്പോഴും കുറവുണ്ട്. പക്ഷേ നമ്മുടെ വികസനത്തിനനുസരിച്ച ആവശ്യങ്ങൾ നിർവഹിക്കാൻ മാത്രം പണ്ഡിതന്മാർ ഇന്ന് നമുക്കില്ല എന്ന ഈ യാഥാർത്ഥ്യം പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഗൗരവമായി എടുക്കുകയും
ഈ നദ്വത്തുൽ മുജാഹിദീൻ നിയോഗിക്കുന്ന ട്രസ്റ്റ് മാനേജ്മെൻറ്റ് 2050 ആകുന്നത് വരേക്കുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ശ്രമങ്ങൾ അള്ളാഹു വിജയത്തിലെത്തിക്കട്ടെ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതോടൊപ്പം ജാമ്യയുടെയും നമ്മുടെ ഇതര സ്ഥാപനങ്ങളുടെയും വളർച്ചയിൽ പ്രത്യേകമായി അറബി പഠിക്കുന്ന ബിലിസാനിൻ അറബിയും മുബീൻ, ആ സ്പഷ്ടമായ അറബി ഭാഷയിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രചാരണത്തിനും പ്രവർത്തനങ്ങൾക്കും നമ്മൾ മുൻകൈയെടുക്കണം. പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, നിരന്തരമായി നിങ്ങൾ പഠിക്കണം, അത് സമൂഹത്തെ പഠിപ്പിക്കണം. മാതൃകായോഗ്യരായി നിങ്ങൾ ഈ പുറത്തിറങ്ങിയ കുട്ടികൾ ഞങ്ങളുടെ വലിയ പ്രതീക്ഷയാണ്. എത്ര നല്ല സ്ഥാപനങ്ങളിൽ നിന്നും മോശമായവരുണ്ടാകും, അത് അല്ലാഹുവിൻ്റെ ഒരു ഖളാ ആണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ നേരിട്ട് നടത്തുന്നൊരു സ്ഥാപനം കയ്യേറ്റത്തിന് വിധേയമായി കോടതിയിൽ കേസ് ഫയൽ ചെയ്തതും ജാമിയ നദ്വിയ നോക്കി വളർത്തി പുറത്തു വന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നെനിക്കറിയാം. അതൊക്കെ ചരിത്രത്തിൽ വരുന്ന അപൂർവ സംഭവങ്ങളാണ്. അതൊന്നും നിരാശപ്പെടുത്താൻ നമ്മളല്ല, നമുക്കില്ല. അള്ളാഹുവിൻ്റെ ഖളാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും നമ്മുടെ ആദർശം ഉൾക്കൊള്ളുന്നു, ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ നിങ്ങൾ നമ്മുടെ ദീനിൻ്റെ ആ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇവിടെ 5 ദിവസവും നടന്ന പ്രസംഗങ്ങളിലെല്ലാം ഉയർന്നു കേട്ട ഏറ്റവും വലിയ ശബ്ദം, ഏറ്റവും ഗൗരവമായി താക്കി നൽകുന്നത് ഇന്നത്തെ സാമൂഹ്യ പരിതസ്ഥിതികളെയാണ്. ആ സാമൂഹ്യ പരിതസ്ഥിതികളൊക്കെ അങ്ങനെ നിൽക്കട്ടെ. നമ്മൾക്ക് ശരിയായ ആദർശമുണ്ടായാൽ മതി. ആ ആദർശത്തിനനുസരിച്ച് നമ്മളെ പൂർവികന്മാർ കാണിച്ചു തന്ന പ്രായോഗിക പ്രവർത്തനങ്ങൾ മുമ്പിൽ വരുത്തിയാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായി ഏറ്റെടുത്തു എന്ന ആ നിലപാട് നമ്മൾ സ്വീകരിക്കണം. പടച്ചവനെ എപ്പോഴും ഓർക്കുക, അള്ളാഹുവിനെ ഓർക്കുക. ദിക്റുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പ്രകീർത്തിക്കുകയും അവനെ ഓർക്കുകയും യുദ്ധഭൂമിയിൽ സമരഭൂമിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ സഹായിക്കും. എത്രയെത്ര പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് നമ്മളെ പൂർവികന്മാർ KP മുഹമ്മദ് മൗലവിയും അടുത്ത ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാനായ AP അബ്ദുൽ ഖാദർ മൗലവിയും നമ്മളെ നയിച്ചത്, കേരളത്തിലെ മുസ്ലിങ്ങളെ നയിച്ചത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെ ഈ ആയുഷ്കാലത്ത് മതരംഗത്ത് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ നാവുകളിൽ നിന്ന് അബദ്ധമില്ലാത്ത വാക്കുകളും പ്രവൃത്തിയും കൊണ്ട് ഈ കേരളത്തെ ധന്യമാക്കിയ ഒന്നാമത്തെ വ്യക്തി AP അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇത് ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ചിന്തയും അതിൻ്റെ പ്രവർത്തനവും സാധാരണ ഞങ്ങൾ പറയും APയും PK അലി അബ്ദുൾ റസാഖ് മൗലിയും രൂപരേഖ തയ്യാറാക്കി മഹാനായ K സുലൈമാൻ സാഹിബും KP മുഹമ്മദ് മൗലവിയും അതിന് മിനുക്കുപണി നടത്തിയാൽ അത് പൂർണ്ണമായി. ആ പൂർണ്ണതയിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ആ മഹാനായ APയെപ്പോലും പാലക്കാട് സമ്മേളനത്തിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൻ്റെ പേരിൽ ചില സുഹൃത്തുക്കൾ തേജോവധം ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി സമ്മേളനാനന്തരം ശാഖകളിൽ പോയി തെറ്റിദ്ധാരണ നീക്കാൻ പ്രവർത്തിച്ചൊരു എളിയ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. ഇതല്ലാതെ മഹാനായ APയുടെ നാവിൽ നിന്ന് ഉതിർന്നു വരുന്ന ആ ഫലഭൂഷ്ഠിതമായ ചിന്തയുടെ ഉൽപ്പന്നമാണ് ഈ ദുർബല സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുത്തത്. KPയുടെയും സുലൈമാൻ സാഹിബിൻ്റെയും നമ്മുടെ മറ്റു പൗരപ്പ MK ഹാജിയുടെയും ഒക്കെ ധാർമ്മികമായ പിന്തുണയും വന്നപ്പോഴാണ് ഇന്നീ കാണുന്ന വിധം ഈ പ്രസ്ഥാനത്ത് അല്ലാഹു സഹായിച്ചിട്ടുള്ളത്. ഈ ജാമിയ നദ്വയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾ
നമ്മുടെ കാരണവന്മാരുടെ ആഗ്രഹത്തിനനുസരിച്ച്, ഇസ്ലാമിൻ്റെ യഥാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങളതിൽ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോടും യുവാക്കളോടും പറയാറുണ്ട്. ഞങ്ങളെയൊക്കെ മഹാനായ ഈ സംഘടനയുടെ ആദരണീയനായ പ്രസിഡന്റ് TP അബ്ദുൽ കോയ മദനിയും ഒരു എളിയ പ്രവർത്തകനായ ഞാനുമൊക്കെ അവരുടെ അവർണ്ണനീയമായ സ്നേഹത്താലും പരിഗണനയാലും വളർന്നു വന്നവരാണ്. പരിചയപ്പെട്ടത് മുതൽ മരിക്കുന്നതുവരെ ഛേ എന്നൊരു വാക്കുപോലും ഈ മഹാന്മാർ ഞങ്ങളോട് പറയേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾക്ക് അവരോടും പറയേണ്ടി വന്നിട്ടില്ല. ഈ മാതൃക പരമാവധി ജീവിതത്തിൽ വെച്ച് പുലർത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഈ ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക്, ഈ സംഘടനയ്ക്ക് നിങ്ങൾ പിന്തുണയും സഹായവും നൽകി ഈ സംഘടനയെ വളർത്തിയെടുക്കാൻ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് പഠനത്തിലും ചിന്തയിലും കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അള്ളാഹു നിങ്ങൾക്ക് കഴിവും ആരോഗ്യവും സർവോപരി അള്ളാഹുവിൻ്റെ തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ സ്ഥാപനം സ്ഥാപിച്ച് ഇതുവരെ എത്തിച്ചേർത്തിട്ടുള്ള, ഇന്നതിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ അബ്ദുറഹ്മാൻ സലഫിക്ക് അള്ളാഹു ദീർഘായുസ്സും കഴിവും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തെ സംരക്ഷിച്ച് വികസിച്ചു കൊണ്ടുവരുവാനുള്ള അറിവും കഴിവും പ്രാപ്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ നമ്മുടെ പൂർവികന്മാരുടെ വഴിയിലുള്ള ഒത്തുചേരലായി കാണുകയും അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെടുന്ന ഒരു സാന്നിധ്യമായി ഇതിനെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.